ജോക്കുട്ടാ, ആരാധന തുടങ്ങുന്ന സമയമായി, വേഗം നടക്ക്. പ്രിയമുള്ളവരെ, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണല്ലോ. ക്രൂശിൽ കിടന്ന് പ്രാണൻ വെടിയുമ്പോഴും തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കരുണയുടെ പ്രതീകമാണല്ലോ ക്രിസ്തു. അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു. സ്വന്തം സന്തോഷത്തെക്കാൾ മറ്റൊരാളിൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ മാത്രമേ ഈ ദിനം അർത്ഥപൂർണമാകുകയുള്ളൂ. നമുക്കുള്ളതിൽ നിന്നല്ല, നമുക്കുള്ളതിൽ ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് പങ്കിടുവാനായിട്ട് കഴിയുമ്പോഴാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. മേരിമോളെ, ദുഃഖ വെള്ളിയാഴ്ച അമ്മയും മോളെ പള്ളിയിൽ കണ്ടില്ലല്ലോ, എന്ത് പറ്റി? ആന്റി, അമ്മയ്ക്ക് ഒട്ടും വയ്യ. അമ്മ അകത്ത് പണി പിടിച്ച് കടപ്പിലാണ്. ആണോ? നമുക്ക് ആന്റിയെ നോക്കാൻ പോയാലോ? ചേച്ചി, എന്തു പറ്റി? പള്ളിയിലും കണ്ടില്ലല്ലോ, ഒട്ടും വയ്യാണ്ടായോ? ഒട്ടും വയ്യ. ഉണ്ടായിരുന്ന പൈസയ്ക്ക് മരുന്ന് വാങ്ങി, അതിന് പോലും തികഞ്ഞില്ല. എൻ്റെ കൊച്ചിന് ഈസ്റ്ററിന് ഒരു പുതിയ ഡ്രസ്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു. മരുന്ന് വാങ്ങാൻ പോലും തികഞ്ഞില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? ഈസ്റ്ററിന് പള്ളിയിൽ പോലും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചേച്ചി ഇതൊന്നും ആലോചിച്ച് വിഷമിക്കുന്നു. ദൈവം എല്ലാം കാണുന്നുണ്ട്. അമ്മ, ഒന്നൊരു അസുഖം മാറിയാൽ മതി. എനിക്ക് പുതിയ ഉടുപ്പൊന്നും വേണ്ട. ഈസ്റ്ററിന് എല്ലാ കുട്ടികളും പുതിയ ഉടുപ്പിട്ടുകൊണ്ട് വരുമ്പോൾ എൻ്റെ കുട്ടി മാത്രം. പാവം മേരി അമ്മേ, ആ കൊച്ചിന് ഈസ്റ്ററിന് ഒരു പുതിയ ഉടുപ്പ് പോലും ഇല്ലെന്ന് നോക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. മോൻ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ ആ പുതിയ ചുവന്ന സൈക്കിളിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കണ? നിനക്ക് സൈക്കിൾ വാങ്ങിക്കാനുള്ള പൈസയൊക്കെ നിന്റെ കുടുക്കയിലായ? അപ്പോ ഈ വർഷത്തെ അമ്മയുടെ ഈസ്റ്റർ സമ്മാനമാണ് ഇത്. ഇതും കൂടെ അമ്മ കുടുക്കയായിട്ട് നമുക്ക് ഈ ഈസ്റ്ററിനെ പുതിയ സൈക്കിൾ വാങ്ങിക്കാം, കേട്ടോ? ഓക്കെ. നാളെ ഈസ്റ്റർ എടുക്കുന്നത് ഒത്തിരി ഉള്ളതാ. എന്റെ ജോക്കുട്ട പെട്ടെന്ന് വാങ്ങിക്കോട്ടാ. മോനെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കേറ്റവും പ്രിയപ്പെട്ടതിൽ നിന്നും മറ്റൊരാളുടെ സങ്കടം മാറ്റിവെക്കുവാൻ കഴിയുമ്പോഴാണ്
നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി മാറുന്നു. എന്തോ ഞാൻ അടുക്കള നിന്നു പോന്നെ. പ്രിയമുള്ളവരെ, ഇന്ന് ഈസ്റ്റർ ദിനമാണല്ലോ. മരണത്തെ ജയിച്ച ക്രിസ്തു നമുക്കായി ഉയർത്തെഴുന്നേറ്റ ദിനം. ഈ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? പുതിയ വസ്ത്രങ്ങൾ ധരിച്ചോ നല്ല ഭക്ഷണങ്ങൾ കഴിച്ചോ മാത്രമാണോ ഈ ഈസ്റ്റർ നാം ഉൾക്കൊള്ളേണ്ടത്? നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥത വെടിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. സ്വന്തം സന്തോഷത്തെക്കാൾ മറ്റൊരാളിൻ്റെ കണ്ണുനീരിന് വില നൽകുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അന്ന് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഉയർപ്പ് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം അതെന്ത് തന്നെ ആയിക്കോട്ടെ, അത് മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് ഉള്ള മനസ്സ് നമുക്കുണ്ടോ? അവിടെയാണ് ഉയർത്ത ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളത്. ഈ കരുണയ്ക്കായുള്ള പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾക്കേവർക്കും ഹാപ്പി ഈസ്റ്റർ ആശംസിക്കുന്നു. ഈസ്റ്റർ ആയിട്ട് എന്താ സ്പെഷ്യലൊക്കെ? ഈ ഡ്രസ്സ് ഈസ്റ്ററിന് എടുത്തതാ. താങ്ക്സ്. ഓക്കെ, അപ്പൊ ഹാപ്പി ഈസ്റ്റർ. ഈ ഈസ്റ്ററിന് ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ഇന്നലെ രാവിലെ ആരോ നിങ്ങളുടെ വീടിൻ്റെ വാതിലിൽ കുറച്ച് പൈസ കൊണ്ടുവച്ചിരുന്നു. അതെനിക്ക് മരുന്ന് വാങ്ങുന്നതിനും എൻ്റെ മോക്ക് ഉടുപ്പ് വാങ്ങിക്കുന്നതിനും തികഞ്ഞ്. പക്ഷെ ഇത് ആരാണെന്ന് അറിയില്ല. അതിലെ ചേച്ചി ഞാൻ പറഞ്ഞ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടൂല. എന്നിട്ട് അതിൻ്റെ വീട്ടിൽ ഈ കുറിപ്പും കൂടെ ഉണ്ടായിരുന്നു. ആണോ? എന്ന് നിങ്ങൾ പോട്ടെ. ആ ശരി. ജോക്കുട്ടാ, ഇന്ന് ഈസ്റ്റർ അല്ലേ, നമുക്ക് സൈക്കിൾ വാങ്ങാൻ പോകണ്ടേ? പെട്ടെന്ന് വാങ്ങാം. എന്ത് പറ്റി? ആണോടാ ചക്കരെ? എന്റെ മോൻ ആർക്ക് വേണ്ടിയാണ് കുടുക്ക പൊട്ടിച്ചതെന്ന് അമ്മ കണ്ടിരുന്നു കേട്ടോ. അമ്മയാ ആ കുറിപ്പ് എഴുതി അതിനകത്ത് വെച്ചത്. എൻ്റെ മോൻ നല്ല കുട്ടിയാണ്.
അതിൻ്റെ കുടുക്കയിലെ പൈസ മോൻ മേരി ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയിക്കുന്ന അമ്മയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് അമ്മ മോന് ഇഷ്ടപ്പെട്ട ചുവന്ന സൈക്കിള് നേരത്തെ ഓർഡർ ചെയ്തത്. സന്തോഷമായോ? നന്മ ചെയ്യുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. കരുണ തൻ പൂവിരിയും മണ്ണിൽ കനിവിൻ കിരണങ്ങൾ ഉണരുകയായി. നനവുള്ള നെടുവീർപ്പിന്നിടയിൽ മാനങ്ങൾ മൃദുവായി പൊഴിയുകയായി. സ്നേഹം പങ്കിടും കുഞ്ഞു മനസ്സിൽ പുത്തന്നുയിരിപ്പിൻ തിരി തെളിഞ്ഞു. ചെറുകൈ നീളുമ്പോൾ ലോകം മാറും. ഇരുളിനിടയിലൂടെ രാവു വിളങ്ങി. ചുണ്ടുകൾ ചിരിപ്പടിക്കുന്ന നേരം ചില്ലയിൽ പകലെത്തിത്തഴുകിയ പോലെ